നമസ്തേ. ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂര് അങ്ങോട്ട് പോകുന്ന വഴി ഏഴംകുളം റൂട്ടിലുള്ള മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ മൂകാംബിക അമ്മയുടെ സാന്നിധ്യം വളരെ വിശിഷ്ടമാണ്. എല്ലാ ആദ്യത്തെ വെള്ളിയാഴ്ചയും ഈ മൂകാംബിക അമ്മയുടെ നടയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നുള്ള നാമജപം, ലളിതാ സഹസ്ര നാമജപമുണ്ട്, അർച്ചനയും ഉണ്ട്. അങ്ങനെ ആ ദിവ്യമായ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ വളരെയധികം ദുരിതം അനുഭവിച്ചിരുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തായ എൻ്റെ അയൽവാസിയും കൂടെ ആയ ഈ മിനിയാണ് എന്നെ ഇവിടെ ഈ ക്ഷേത്രവുമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ ദേവിയെ പ്രതിഷ്ഠിച്ച സ്വാമിയച്ഛൻ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി. ഇന്ന് ഞങ്ങളെല്ലാം വിട്ട് അദ്ദേഹം ദേവിയിൽ ലയിച്ചു. എങ്കിലും ആ സാന്നിധ്യം എപ്പോഴും ഈ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ക്ഷേത്രം ഇരിക്കുന്ന ഇത്രയും ഭാഗം മാത്രം പൊടിമണ്ണ് ആണ്, ബാക്കി എല്ലാ ഭാഗവും ചീങ്കയാണ്. ഇവിടെ എല്ലാം പൊടിമണ്ണാണ്. പിന്നെ ഇവിടെ ആ വടക്ക് കിഴക്കേ ഭാഗത്ത് നാഗത്താൻ തറ, ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രയുടെ വിളക്ക്, ഇങ്ങേ വശം അകത്തെ എടുക്കില്ല. ഈ ഇവിടെ ഒരു ആലും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ സർവ്വദോഷ ദുരിതങ്ങളും മാറും. ആ ദേവിയുടെ സന്നിധാനത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഈ വശത്ത് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറും. മഹാദേവൻ്റെ സാന്നിധ്യമാണ് അവിടെയുള്ളത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നാഗത്തറയിൽ പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ ഇവിടെയും തൊഴുത് വന്നു കഴിഞ്ഞ് വരുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ പവിത്രത നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സാക്ഷാൽ മൂകാംബിക ദേവിയാണ് സാന്നിധ്യമായിട്ട് കുടികൊള്ളുന്നത്. ആ മഹാക്ഷേത്രത്തിൽ എത്തിയാൽ, കാരണം ഇവിടെ ഒരു ആൾ മാത്രം പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതുകൊണ്ട് ദേവസ്വത്തിന് വിട്ടുകൊടുത്തിട്ടില്ല ഇതുവരെയും. ഇനിയും ദേവസ്വത്തിന് വിട്ടുകൊടുക്കരുതെന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെയാണ്, ദേവസ്വത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒരു ട്രസ്റ്റ് രൂപീകരിച്ചും കൊണ്ട് ഈ ക്ഷേത്രത്തിൽ പാവനത നിലനിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെയും എല്ലാ ആഗ്രഹം. കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. തെക്ക് പടിഞ്ഞാറായിട്ട് ഇവിടെ ശാസ്താവിൻ്റെ നടയാണ്. ശാസ്താവിൻ്റെ സാന്നിധ്യം, മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും 10 അവതാരങ്ങൾ ഇവിടെ കുടികൊള്ളുവാണ് ഈ ഒരു മണ്ഡപത്തിൽ. ഭയങ്കര ശക്തിയാണ്. ആഞ്ജനേയ സ്വാമിയുണ്ട്, അവരെല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ഇവിടെ എന്നും ഇവിടെ ഒരു മയിൽ വന്ന് ഇവിടെ ആഹാരം വന്ന് കഴിക്കാൻ, ഞങ്ങളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മയിലിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എടുത്തിരുന്നു. ആ മയിൽ ഇവിടെ എന്നും വന്ന് ആഹാരം കഴിച്ച് നൃത്തമാടി അമ്മയുടെ ആ ഒരു വിശിഷ്ടമായ സംഗീതത്തിൽ വന്ന് പോകുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ ഭാഗ്യമുണ്ടാകട്ടെ. ആൽമരവും ഇവിടെ കുളവും ഒക്കെ ഉണ്ട്. അതെല്ലാം ഇനിയും പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടിരിക്കുന്നു. ഈ ക്ഷേത്രം എല്ലാം ഒന്ന് വലുതായിട്ട് വരാനുള്ള കാര്യത്തിന് വേണ്ടി സരയൂ നദിയാണ് ഇതിൻ്റെ അടിയിൽ. നമുക്ക് ആർക്കും അത് കാണാൻ പറ്റത്തില്ല. അതിനപ്പുറത്തൂടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ കൂടെയാണ് ആ സരയൂ നദി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച മലയാള മാസം ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ലളിതാ സഹസ്രനാമ ജപം അമ്മയുടെ മുന്നിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഭവം ഭാഗ്യവും ഞങ്ങൾക്കുണ്ട്. കാരണം എനിക്ക് ഇന്നിപ്പം ഒന്നും കഴിക്കേണ്ട, മരുന്ന് കഴിക്കേണ്ട കാര്യമേ വരുന്നില്ല. കാര്യം ഇവിടെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് പരിപൂർണമായിട്ടും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷവും ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ എല്ലാം മുന്നിൽ ഈ ക്ഷേത്രത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി. ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.